ഞാൻ ഇവിടെ വന്നിട്ട് 6 മാസമായി. 6 മാസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 6 മാസം കൊണ്ട് അടി ഇടി 4 പെണ്ണുങ്ങളെ അടച്ചു കൊന്ന് അതോരോ ഞാൻ കണ്ടതാണ് സാറ്. അതുകൊണ്ട് ഇപ്പം മെനിയാന്ന് അങ്ങനെ മദ്യം കുടിച്ചിട്ട് 3 കുപ്പി മദ്യം എടുത്ത് കട്ടിലിന്റെ അടുക്ക അകത്ത് വെച്ചിട്ട് ആദ്യം 2 കുപ്പി പൊട്ടിച്ച് കുടിച്ചിട്ട് 3ാമത് ഒരു കുപ്പി എടുത്ത് ഗ്ലാസ് വിത്തിട്ട് വെള്ളം വെത്തി എനിക്ക് തന്നെ. ഞാൻ കുടിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കൂല, എനിക്ക് കുടിച്ചൂടാ, സുഖം ഇല്ലാത്തോണ്ട് കുടിച്ചൂടാന്ന്. ഫോട്ടോ പിടിച്ചിട്ട് അവനെ വേണ്ടാത്തൊക്കെ എന്നോട് പറഞ്ഞിട്ട് പറയും എന്നെ വേണമെന്ന് പറഞ്ഞ് ഈ കഥ തുറക്കും, ഇവിടെ ഒന്ന് കുത്തിയിരിക്കും. അവസാനം ഈ കൊച്ചു 2 പിള്ള ഈ പെണ്ണിനെ 3 ദിവസം കൊണ്ട് അതിനെ കൊണ്ടുപോകുന്നു. പുനലൂർ പ്ലാച്ചേരി ക്ഷേത്രഗിരിയിൽ പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രത്തിലെ അന്തേവാസിയായ 72കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. തെന്മല പഞ്ചായത്ത് 14-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന അഭയ കേന്ദ്രത്തിനെതിരെയാണ് പരാതി. സംഭവത്തിൽ അഭയ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായ ബ്രഹ്മദാസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. അതിക്രമത്തിന് ഇരയായ വയോധികരായ 72 വയസ്സും 70 വയസ്സുമുള്ള സ്ത്രീകളിൽ നിന്നും തെന്മല പോലീസ് മൊഴി ശേഖരിച്ചു വരികയാണ്. വെള്ളിയാഴ്ച രാവിലെ അഭയകേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ 2 വയോധികരായ സ്ത്രീകൾ സമീപത്തെ വീടുകളിലെത്തി തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് 6 മാസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 6 മാസം കൊണ്ട് അടി ഇടി 4 പെണ്ണുങ്ങളെ അടച്ചു കൊന്ന് അതോരോ ഞാൻ കണ്ടതാണ് സാറ്. അതുകൊണ്ട് ഇപ്പം മെനിയാന്ന് അങ്ങനെ മദ്യം കുടിച്ചിട്ട് 3 കുപ്പി മദ്യം എടുത്ത് കട്ടിലിന്റെ അടുക്ക അകത്ത് വെച്ചിട്ട് ആദ്യം 2 കുപ്പി പൊട്ടിച്ച് കുടിച്ചിട്ട് 3ാമത് ഒരു കുപ്പി എടുത്ത് ഗ്ലാസ് വിത്തിട്ട് വെള്ളം വെത്തി എനിക്ക് തന്നെ. ഞാൻ കുടിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കൂല, എനിക്ക് കുടിച്ചൂടാ, സുഖം ഇല്ലാത്തോണ്ട് കുടിച്ചൂടാന്ന്. അങ്ങനെ തന്നെ അവിടെ പെരിക്കത്തിട്ട് അടിക്കുകയും ചെയ്ത് പെരയും പൊട്ടിട്ട് അതും ഈ തുണികൾ മൊത്തം ഉരുട്ട് അങ്ങേര് ഭാര്യ എന്തെല്ലാം ചെയ്യോ അതുപോലെ ചെയ്ത്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മച്ചിന്റെ ഞാൻ വന്ന പുറത്ത് അമ്മച്ചി എന്നെ അടിക്കാൻ ഒരുങ്ങി. എന്തെന്ന് പറഞ്ഞ പൊന്നു സാറുമാര് അതുണ്ടെന്ന് എന്റെ അമ്മച്ചിയെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് പോയത്. അതുകൊണ്ട് ആ ചേച്ചി അവിടെ തടഞ്ഞു നിർത്തി ഞങ്ങള്. അതുകൊണ്ട് എത്ര നാളായാലും ഞങ്ങൾക്കൂടെ അങ്ങനെ കുടിക്കാത്തോണ്ട് അങ്ങനെ കാര്യം മൊത്തം കണ്ട് ഭാര്യയെ കാണാൻ പോലെ കണ്ട ഈ തുണിയാ ഞാൻ ഇട്ടിട്ട് ഈ തുണി ഊരിയിട്ടാണ് അങ്ങനെ കണ്ടിട്ട് കയറെടുത്ത് ഈ കയറുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടെ അടിച്ചു ഒന്ന് കെട്ടി തൂക്കുമെന്ന് എൻ്റെ പറഞ്ഞതാ സാറ്. ഉടൻ തന്നെ വീട്ടുകാർ പ്രദേശത്തെ ജനപ്രതിനിധികളെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ സ്ഥലത്തെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും വൃദ്ധരായ സ്ത്രീകൾക്ക് നേരെ വലിയ അതിക്രമം നടന്നതായി ബോധ്യപ്പെട്ടതോടെ തെന്മല പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തെന്മല പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ മൊഴി ശേഖരിച്ച ശേഷം അഭയകേന്ദ്രത്തിലെ നടത്തിപ്പുകാരിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുന്നിൻ മുകളിലെ ഒരു വീട്ടിലാണ് അഭയകേന്ദ്രം പ്രവർത്തിക്കുന്നത്. തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്ലാച്ചേരി എന്ന സ്ഥലത്താണ് പുനർജനി അഭയകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ നിരവധി വൃദ്ധരായ അമ്മമാരാണ് താമസിച്ചു വരുന്നത്. പൊതുപ്രവർത്തകരും പോലീസിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അമ്മമാരെ ഇവിടെ ഈ അഭയകേന്ദ്രം നടത്തിപ്പുകാർ ഏറ്റെടുക്കുന്നത്. ഈ സ്ഥാപനം നടത്തിയിരുന്ന ഒരു വനിതയായിരുന്നു. ആ വനിത ഈ അടുത്തിടയ്ക്ക് മരണപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് നടത്തി വന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ ദുരുപയോഗം നടത്തി വരുന്നത്. അമ്മമാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാണ് പരാതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു അമ്മ ഈ അനാഥാലയത്തിൽ നിന്നും ഇറങ്ങി ഓടുകയും സമീപത്തെ വീട്ടിൽ ഇവിടെ നടക്കുന്ന പീഡന വിവരങ്ങൾ പങ്കുവച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പോലീസിനെയും പ്രദേശത്തെ ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഇതിനെ നടത്തിപ്പുകാരനായ ഒരാളെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ മോളും കൂടെ പുനലൂർ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആദ്യമേ ഒരു അമ്മ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എങ്ങും പോയില്ല, ഞങ്ങൾ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം മറ്റേ പുള്ളിക്ക് 2ാമത് വന്ന ആളൂടെ വന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ പോവാ, കാര്യം പറയാൻ പറഞ്ഞു. ഇല്ല ഞങ്ങൾ പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ കാര്യം പറ. അന്നേരം പറഞ്ഞു ഞങ്ങൾ ചാകാൻ പോവാ. ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ചാകുന്നത്? ഞങ്ങളെ ഇവിടെ ഇട്ട് അങ്ങനെ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ അത് ചെയ്ത് ഞങ്ങളെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി പോരാൻ തുടങ്ങിയതാ.
വൈകിട്ട് അന്നേരം രാത്രി ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ടോടത്തോണ്ട് ഞങ്ങൾ ഇറങ്ങാനില്ല. ഇന്നിപ്പോൾ അവർ പുനലൂർ പോയി, അതുകൊണ്ട് കതവ് പൂട്ടാതെ പോയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അവരെ പീഡിപ്പിച്ച് ആ മറ്റേ ചേച്ചിനെ അത് എന്നോട് പറഞ്ഞു 3 ദിവസം 3 പ്രാവശ്യം എന്നോട് പറഞ്ഞു 3 പ്രാവശ്യമായിട്ട് എൻ്റെ ഉടുപ്പും എല്ലാം വലിച്ചു കീറി എന്നെ കട്ടിലെ കൊണ്ട് ഇട്ടിട്ട് ഓരോന്ന് പറയാം. അതിപ്പോൾ മറ്റേ ചേച്ചിയോട് അതിനോട് പറഞ്ഞെന്ന് ഇവളെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ മതി, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് അതിനടുത്തില്ല. അത് എന്നിട്ട് കരഞ്ഞു വെച്ചാൽ അത് വടിയും കൊണ്ട് നിൽക്കുക. ഒരു വടി അതിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്, അത് കാരണം അതിനെ തൊടത്തില്ല. അങ്ങനെ നിൽക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്ന് നിങ്ങൾ മരിക്കണ്ട, ഞാൻ പോരെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി അങ്ങനെ ഇരുത്തി. എന്നോട് പറഞ്ഞു ഞങ്ങളെ വിടല്ലേ, ഞങ്ങളെ ഇനി എങ്ങോട്ടും വിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയാം. നമ്മൾ പിന്നെ അങ്ങനെ കണ്ണുനീര് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിമാരും എല്ലാവരും എനിക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തു. എന്നോട് പറയാം ദൈവമായിട്ട് ചേച്ചി മോളെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് അമ്മച്ചി പറയുന്നത്. എന്നെ ഇവിടുന്ന് അയൽക്കാരാണ് വിളിച്ചത്. ഇതുപോലെ 2 അമ്മമാർ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സ്ഥലത്തെത്തി അവരോട് കാര്യം തിരക്കിയപ്പം അവരിതുപോലെ അവരെ ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ 2.5 മാസമായതേ ഉള്ളൂ ഇവിടുത്തെ ചേച്ചി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആള് മരിച്ചുപോയി. അന്നൊക്കെ ഇവിടെ വരുമ്പോഴൊന്നും ഇവിടെ ഇപ്പോൾ ഒരു 9 പേരോളം ആണുങ്ങളുണ്ട്, അവരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് തിരക്കിയപ്പോൾ 10 ദിവസം ആയതേ ഉള്ളൂ അവരെത്തിയിട്ടെന്നാണ് പറഞ്ഞത്. മറ്റേ 4 പേരായിരുന്നു. അതിവരമ്മച്ചി 6 മാസം മുമ്പ് മരിച്ചു. അവര് നമ്മുടെ പാരിപ്പള്ളി ഉള്ളായിരുന്നു. അവരെ ബോഡിയൊക്കെ അവരെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി. അന്നൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ അമ്മച്ചിമാർ 3 പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അകത്ത് വേറൊരു അമ്മച്ചിയുണ്ട്, അവരോട് കാര്യം തിരക്കിയപ്പോഴും അവരെന്നോട് അങ്ങനെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞത് ഇതുപോലെ ഒരാൾ വന്ന് കള്ളു കൊടുത്ത് എടുത്തോണ്ട് പോയി എന്നൊക്കെയാ പറഞ്ഞത്. മറ്റേ സ്ത്രീകളും എന്നോട് അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ശുചിത്വമില്ലാതെയാണ് അന്തേവാസികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഒരു മുറിക്കുള്ളിൽ 7 പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പേർക്കും നടക്കാൻ പോലും കഴിയാത്ത അവശതയിലുള്ളവരാണ്. മദ്യപിച്ചിരുന്ന നടത്തിപ്പുകാരൻ നിരന്തരം തങ്ങളെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കാറുണ്ടെന്നും ഇത് ഭയന്നാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമം നടത്തിയതെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച വയോധികരിൽ ഒരാൾ പറഞ്ഞു. ഇതിന്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ തന്നെ അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഏകദേശം 12ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവര് നമ്മൾ ഇതിനകത്ത് സ്ഥലത്ത് വന്ന് കാണാൻ സാധിച്ചപ്പോൾ വളരെ മലിനമായിട്ട് മലമൂത്ര വിസർജനം നടത്തിയ കട്ടിലിനകത്തായിട്ടാണ് ഇവരെ കിടക്കുന്നതായിട്ട് കണ്ടത്. ഇതിന്റെ 9 ആണുങ്ങളും 3 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ 2 സ്ത്രീകളോടായിരുന്നു ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് മദ്യം ഒഴിച്ച് വായി കൊടുക്കുമായിരുന്നു, ഇവരെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു. ഇവർക്ക് പുറംലോകത്തെ അറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ ഏകദേശം 5-6 പട്ടികളോളം ഉണ്ട്. ഈ പട്ടികളെ എല്ലാം അഴിച്ചു വിട്ടുകൊണ്ടുണ്ട്. ഇവർക്ക് പുറംലോകം കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സ്ഥാപനത്തിന്റെ ലൈസൻസും നടത്തിപ്പ് പ്രവർത്തനങ്ങളും ഉൾപ്പെടെ തെന്മല പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. തെന്മല പഞ്ചായത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ഓട്ടോമാറ്റിക് ഫോർക്ക് ഇലക്ട്രിക്കൽ ഫോർക്ക് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.